പൂനെയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മലയാളി പൈലറ്റ് ഗിരീഷ് പിള്ളയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. കൊല്ലം കുഴിമതക്കാടുള്ള വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ദിലീപ് ദേവസ്യ വിവരങ്ങൾ നൽകും. ദിലീപ്, ഇന്നലെ പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. ഇപ്പോൾ മൃതദേഹം വീട്ടിൽ എത്തിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്? സ്മൃതി, അല്പം മുമ്പായിരുന്നു മൃതദേഹം ഗിരീഷ് പിള്ളയുടെ മൃതദേഹം സ്വന്തം നാടായ കുഴിമതിക്കാട്ടിലെ വീട്ടിൽ എത്തിച്ചിരുന്നത്. ഇപ്പം തന്നെ നാട്ടുകാരെല്ലാവരും തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു പൂനെയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മലയാളിയായ പൈലറ്റ് ഗിരീഷ് പിള്ള മരിച്ചത്. രാവിലെ 6:45 ബാധവൻ മേഖലയിലായിരുന്നു അപകടമുണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. പ്രദേശത്ത് കനത്ത മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നു. ഇതാണ് അപകട കാരണമെന്നാണ് പറയുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിലെ വിംഗ് കമാൻഡറായിരുന്ന ഗിരീഷ് 2014 വിരമിച്ച ശേഷം ഹെറിറ്റേജ് ഏവിയേഷൻ എന്ന ായി ജോലി ചെയ്യുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ രാവിലെ 6:45 ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീണ്. ഇദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റ് 3 പേർ കൂടെ മരിച്ചിരുന്നു. ഒരു പരംജിത്ത് സിംഗ് എന്നൊരു മറ്റൊരു പൈലറ്റും എഞ്ചിനീയറായ പ്രീതം ഭരത് രാജുമാണ് ഇന്നലെ അപകടത്തിൽ മരിച്ചത്. ഇന്ന് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിക്കുന്ന നാവികാസേന അംഗങ്ങളുടെ അകമ്പടിയോടുകൂടെ തന്നെയായിരുന്നു ഇവിടേക്ക് മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. നാട്ടുകാരെല്ലാവരും തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. മൃതദേഹ ഭാഗങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും അദ്ദേഹം കുറച്ച് കാലങ്ങളായിട്ട് മഹാരാഷ്ട്രയിൽ കുടുംബസമേതം ജീവിക്കുകയായിരുന്നു. ഭാര്യ മരണപ്പെട്ടിരുന്നു. ഇവിടെ സഹോദരങ്ങളും അതോടൊപ്പം തന്നെ മാതാവും മാത്രമാണ് ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ മഞ്ജു പിള്ളയായിരുന്നു. 2014 അദ്ദേഹം മരിച്ചു. അതിനുശേഷം മക്കളോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. ഇന്നലെയായിരുന്നു ഒരു 2 മാസം മുൻപ് നാട്ടിൽ വന്ന് മടങ്ങിയതായിരുന്നു. അമ്മയെയും കൊണ്ടുപോയിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അമ്മയെ നാട്ടിൽ തിരികെ കുഴിമതിക്കാടുള്ള കൊല്ലത്തെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹം മക്കളോടൊപ്പം തന്നെ അവിടെ കഴിയുകയും. ഇതിനിടയിലായിരുന്നു അപകടമുണ്ടായത്. സഹോദരങ്ങളടക്കം നാട്ടുകാരടക്കം വലിയൊരു ആൾക്കൂട്ടം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലെത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം സ്വന്തം വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നാവികസേന അംഗങ്ങളും എല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിരുന്നു. അല്പം മുമ്പ് കുണ്ട്ര MLA PC വിഷ്ണുനാഥ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. 4 മണിയോടുകൂടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്മൃതി. ശരി, ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.